കേരളത്തിൻ്റെ ചരിത്ര രചനയും കേരളത്തിൻ്റെ ചരിത്രവും അതുമായി ബന്ധപ്പെട്ട ചില നിരീക്ഷണങ്ങൾ പങ്കുവെക്കാമെന്നാണ് കരുതുന്നത്. കേരളത്തെ സംബന്ധിച്ച് കേരളം അല്ലെങ്കിൽ മലയാളികളായിട്ടുള്ള ആളുകൾ ഒരു വ്യത്യസ്തമായ രീതിയിലുള്ളൊരു ചരിത്ര രചനാ പദ്ധതിയോ അല്ലെങ്കിൽ ഭൂതകാലത്തെ നോക്കി കാണുന്നതിന് ഒരു പ്രത്യേക മാതൃകയോ സിദ്ധാന്തമോ ഒന്നും തന്നെ രൂപപ്പെടുത്തിയിട്ടില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. സ്വാഭാവികമായും യൂറോപ്പിലും മറ്റ് പല പ്രദേശങ്ങളിലും രൂപം കൊണ്ട ചരിത്ര രചനാ പദ്ധതികളുടെയും അതുപോലെ സിദ്ധാന്തങ്ങളെയും ഒക്കെ പിൻപറ്റിക്കൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ ഭൂതകാലത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിനെ സംബന്ധിച്ച് നോക്കുമ്പം കേരളത്തിൽ ഒരു വിഭാഗം ചരിത്രകാരന്മാർ എങ്ങനെയാണ് ഭൂതകാലത്തെ നോക്കിക്കാണേണ്ടത്, എന്തെല്ലാമാണ് നമ്മൾ ഭൂതകാലത്തിൽ കാണേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ഭൂതകാലത്തിനെ മനസ്സിലാക്കേണ്ടത് തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിക്കുകയും അതുമായി ബന്ധപ്പെട്ട അവരുടെ ഇത്തരം ചോദ്യങ്ങളെ വിമർശനപരമായി തന്നെ സമീപിക്കുന്നതിനായി അവർ ചില ഭൂതകാല അനുഭവങ്ങൾ വീണ്ടെടുക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയാണ് സ്വാഭാവികമായിട്ടും നമുക്ക് പല ചരിത്ര പുസ്തകങ്ങളും നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഏതൊരു ചരിത്ര പുസ്തകം പരിശോധിച്ചാലും, നിലവാരമുള്ള ഏതൊരു ചരിത്ര പുസ്തകം പരിശോധിച്ചാലും അതിൻ്റെ തുടക്കത്തിൽ അവർ സൂചിപ്പിക്കുന്നത് നിലവിലെ ഒരു ചരിത്ര രചനാ രീതികൾ എന്തെല്ലാമാണ്, എങ്ങനെയെല്ലാമാണ് കേരളത്തിൻ്റെ ഒരു ചരിത്രത്തെ നോക്കിക്കണ്ടത്, എന്തെല്ലാമായിരുന്നു അതിൻ്റെ സ്രോതസ്സുകൾ, എന്തെല്ലാമായിരുന്നു, എന്തെല്ലാം നിലവിൽ ആളുകൾ എന്തെല്ലാം സ്രോതസ്സുകൾ ഉപയോഗിച്ചാണ് പഠിച്ചത്, അതിൽ നിന്ന് വ്യത്യാസപ്പെട്ട എന്ത് തരം സ്രോതസ്സാണ് ഞങ്ങളുടെ ഈ പഠനത്തിൽ ഉപയോഗിക്കുന്നത് തുടങ്ങിയ ചില കാര്യങ്ങളൊക്കെ അവർ സൂചിപ്പിക്കാറുണ്ട്. അതൊരു ചരിത്രത്തിൻ്റെ ഒരു രീതിയാണ്. ചരിത്രം നിലവാരമുള്ള ഒരു ചരിത്രരചനയിൽ ഇടപെടുന്ന എല്ലാവരും തന്നെ ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട രീതിയാണ്. അവർ പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ അവർ പറയാൻ പോകുന്ന വിഷയത്തിൻ്റെ ഒരു നിലവിലുള്ള ഒരു ജ്ഞാനവ്യവഹാരം എന്താണ്, നിലവിൽ ആ ഒരു മേഖലയെ സംബന്ധിച്ച് ആരൊക്കെ എന്തൊക്കെ രീതിയിൽ പഠിച്ചു, അതിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ട ഒരാലോചനയാണ് ഞങ്ങൾ മുൻപോട്ട് വെക്കുന്നത് എന്നൊരു കാര്യം സൂചിപ്പിക്കാറുണ്ട്. നമുക്ക് അറിവുള്ളതുപോലെ തന്നെ ഇപ്പോൾ ലിറ്ററേച്ചർ റിവ്യൂ എന്നുള്ള രീതിയിലൊക്കെ സൂചിപ്പിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഹിസ്റ്റോറിയോഗ്രഫി എന്നുള്ള രീതിയിലുമൊക്കെ ഈ ഒരു ഭാഗത്തെ നമ്മൾ സൂചിപ്പിക്കാറുണ്ട്. ഇതെപ്പോഴും വളരെ പ്രധാനപ്പെട്ടാണ്. ഏതൊരു ചരിത്ര വിദ്യാർത്ഥിക്കും അല്ലെങ്കിൽ ചരിത്രത്തിനോട് വലിയ താല്പര്യമുള്ള ഏതൊരു ആളെയും പിടിച്ചിരുത്തുന്ന ഒരു പ്രധാനപ്പെട്ട മേഖല തന്നെയാണ് ഈ ഹിസ്റ്റോറിയോഗ്രഫി എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ചരിത്രത്തിൻ്റെ ഒരു ഒന്നാമത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. അതായത് നിലവിൽ എങ്ങനെയൊക്കെയാണ് ചരിത്രം എഴുതിയത്, എന്ത് ലെൻസ് വെച്ചിട്ടാണ്, എന്ത് കാഴ്ചയാണ് അവർ നമുക്ക് നമ്മുടെ മുൻപിലേക്ക് അവതരിപ്പിച്ചത് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെയാണ് ഈ ഹിസ്റ്റോറിയോഗ്രഫി അഡ്രസ്സ് ചെയ്ത്. അപ്പോൾ അത് പല രീതിയിലാണ്. പ്രത്യേകിച്ച് ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ ഒരു പ്രധാന പഠന മേഖല തന്നെയാണ്. 1-2 സെമിസ്റ്ററിൽ അവർ ഇത്തരം ഒരു പേപ്പറുകൾ UG PG സമയത്തൊക്കെ നമ്മൾ പഠിക്കാറൊക്കെയാണ്. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ചരിത്രത്തെ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ പലതരത്തിൽ ഉള്ള സിദ്ധാന്തങ്ങൾ വന്നതിന് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു തോമസ് കാർലെ എന്ന് പറയുന്നൊരു ഹിസ്റ്റോറിയൻ കാണുന്ന ഒരു 19th സെഞ്ച്വറിയിലേക്കാണ് അദ്ദേഹം ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, നമ്മൾ ഈ ഭൂതകാലത്തെക്കുറിച്ച് പഠിക്കുമ്പോഴത്തേനും നമ്മളെല്ലാം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ഭൂതകാലത്തിൽ കുറിച്ച് പറയുന്നതിന് വേണ്ടി നമ്മൾ ആ പീരീഡിൽ ജീവിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ അല്ലെങ്കിൽ ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു ലീഡർ, നേതാവ് തുടങ്ങിയ ആളുകളെക്കുറിച്ച് മാത്രം നമ്മൾ പറഞ്ഞാൽ മതി. ആ ഒരു വലിയ വിഭാഗം ആളുകളെക്കുറിച്ചൊന്നും പറയേണ്ട യാതൊരു കാര്യമില്ല. നമ്മൾ ആ ഒരു എന്തിനെക്കുറിച്ചാണോ നമ്മൾ പഠിക്കുന്നത് ആ ഒരു സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തിൻ്റെ വില്ലേജിലെ ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള വ്യക്തി ആരാണോ അയാളെക്കുറിച്ച് മാത്രം പഠിച്ചാൽ മതി, രാജാവിനെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ മതി, അത് ആ ദേശത്തിൻ്റെ ചരിത്രമാണ് എന്നൊരു സിദ്ധാന്തമൊക്കെയാണ് അദ്ദേഹം രൂപപ്പെടുത്തുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ഈ ഗ്രേറ്റ് മാൻ തിയറി എന്നൊരു സിദ്ധാന്തം എന്ന നിലയ്ക്കാണ് അതിനെ അദ്ദേഹം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ വേറൊരു വേർഷൻ നമുക്ക് തന്നെ അറിയാം. അതൊരു ഒരു രീതിയാണ്. നമ്മൾ ഭൂതകാലത്തെ സമീപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രീതിയാണ്. നമ്മുടെ ഭൂതകാല ആലോചനകൾ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട വ്യക്തിയെ കേന്ദ്രമാക്കിക്കൊണ്ട് തന്നെയാണ്. നമുക്ക് തന്നെ അറിയാം, നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള ആലോചനകൾ പലപ്പോഴും എത്തിച്ചേരുന്നതും അല്ലെങ്കിൽ വികസിക്കപ്പെടുന്നതുമെല്ലാം മഹാത്മാഗാന്ധിയെ കേന്ദ്രത്തിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ്. അതല്ലെങ്കിൽ നമ്മുടെ ഈ തിരുവിതാംകൂറിൽ എഴുതപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പുസ്തകമാണ് തിരുവിതാംകൂറിൻ്റെ ചരിത്രം. ശങ്കുണ്ണി മേനോൻ എന്ന് പറഞ്ഞൊരു ഹിസ്റ്റോറിയൻ എഴുതിയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ചരിത്ര പുസ്തകത്തിൻ്റെ ഹെഡിങ്ങുകൾ തന്നെ, ചാപ്റ്ററുകളുടെ ടൈറ്റിലുകൾ തന്നെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ അധ്യായം ഈ പ്രകൃതിയും ചരിത്രവും എന്നൊക്കെയുള്ള രീതിയിലുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ഓരോ അധ്യായങ്ങളുടെയും തലക്കെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവിതാംകൂറിലെ രാജാക്കന്മാരുടെ പേരുകളാണ്.
അപ്പോൾ ആ രാജാക്കന്മാരുടെ പീരീഡിൽ എന്തൊക്കെ നടന്നു എന്നുള്ള രീതി. ഇപ്പോൾ ഇതൊരു കുഴപ്പമെന്നുള്ളതല്ല, അതായത് ഒരു ചരിത്രത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ നമ്മൾ ഭൂതകാലത്തെക്കുറിച്ചുള്ള ആലോചനകളിൽ ഓരോ സമയത്ത് ഓരോരോ രീതിയിലാണ് ആളുകൾ ആലോചിക്കുന്നത്. അപ്പോൾ അതിൽ ആ ഒരു പീരീഡിലെ ഒരു പ്രധാനപ്പെട്ട നിമിഷം എന്ന് പറയുന്നത് നമ്മളൊരു വ്യക്തിയെ കണ്ടെത്തുകയും ആ നേതാവിൻ്റെയോ രാജാവിൻ്റെയോ സമയം എന്തായിരുന്നു, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്തായിരുന്നു, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ആ ഒരു സൊസൈറ്റിയെ വിശകലനം ചെയ്യാനുള്ളൊരു ശ്രമം നടത്തുന്ന ഒരു രീതിയെ. അപ്പോൾ വേറെ ചില കൂട്ടർ വന്നിട്ട് പറഞ്ഞു അങ്ങനെയൊന്നുമല്ല, ഈ നമ്മൾ വലിയ രാജാവിനെയും നേതാവിനെയും കുറിച്ചൊന്നും പറയുന്നതിൻ്റെ അകത്തല്ല കാര്യമിരിക്കുന്നത്. നമ്മൾ അവിടുത്തെ പ്രധാനമായും ഒരു തൊഴിലാളികളെ കുറിച്ചാണ് പഠിക്കേണ്ടത് എന്നുള്ളൊരു നിരീക്ഷണം മറ്റു ചില ആളുകൾ മുൻപോട്ട് വെക്കുന്നു. പ്രത്യേകിച്ച് ബ്രിട്ടീഷ് വർക്കിംഗ് ക്ലാസ്സിനെ കുറിച്ചൊക്കെയുള്ള ഈ ഹിസ്റ്ററി ഫ്രം ബിലോ എന്ന് പറയുന്ന ഒരു അന്വേഷണം. അതായത് നമ്മൾ ഒരു രാജ്യത്തിൻ്റെയൊക്കെ ചരിത്രം പഠിക്കുമ്പോൾ അവിടുത്തെ തൊഴിലാളി വർഗ്ഗം ആരാണ് എന്ന ചോദ്യമാണ് നമ്മൾ ചോദിക്കേണ്ടത് എന്നൊരു നിരീക്ഷണം വേറെ ചില ആളുകൾ വെക്കുന്നു. ഇതൊക്കെ ഒരു മാർക്സിസ്റ്റ് ട്രഡീഷനിൽ വരുന്നതാണ്. അവിടുത്തെ ഒരു അതിജീവനോ ഉപജീവനോ മാർഗം എന്ത് എന്ന ഒരു ചോദ്യത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ആലോചനകൾ വരുന്നു. പിന്നീട് വേറെ ചില ആളുകൾ പറഞ്ഞു അങ്ങനെയല്ല, നമ്മൾ മനുഷ്യരെ മാത്രമല്ല അന്തരീക്ഷവും പ്രകൃതിയും സസ്യങ്ങളും മൃഗങ്ങളും ഒക്കെ വളരെ പ്രധാനപ്പെട്ടാണ്, വെള്ളവും ഒക്കെ പ്രധാനപ്പെട്ടാണ്, കടലും ഒക്കെ വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചരിത്രം അവ നമ്മുടെ മനുഷ്യരുടെ ജീവിതത്തെ മാറ്റി തീർക്കുന്നതാണ്. അതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നൊരു നിരീക്ഷണം മുൻപോട്ട് വെക്കുന്നു വേറെ ചിലർ. അങ്ങനെ പല രീതിക്കാണ് നമ്മൾ ചരിത്രത്തെ സമീപിക്കാറുള്ളത്. ഓരോരോ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു വസ്തുവിനെ ക്യാമറയിലൂടെ നിരീക്ഷിക്കുമ്പോൾ നമ്മൾ ഓരോ ലെൻസ് ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഓരോ ഫ്രെയിം ഇടുമല്ലോ എന്ന് പറഞ്ഞ പോലെ തന്നെ ഭൂതകാലത്തിൽ സംഭവിച്ച സംഭവങ്ങൾ നമ്മളൊരു പ്രത്യേക ലെൻസിലൂടെ നോക്കി കാണുകയാണ്. അപ്പോൾ അങ്ങനെ പല രീതിയിൽ വികസിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം. പലരും പല ലെൻസാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ചില ആളുകൾ എന്നിട്ട് പറയും അങ്ങനെയല്ല, നമ്മൾ സ്ത്രീകളാണ് പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്, അതുകൊണ്ട് നമ്മൾ സ്ത്രീകളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് വേണം ഭൂതകാലത്തെ കാണാനെന്ന് പറയുന്നു. വേറെ ചിലർ ദളിതരും ആദിവാസികളെയും കുറിച്ചുള്ള ആലോചനകൾ മുൻപോട്ട് വെക്കുന്നു. അങ്ങനെ പല രീതിക്ക് ഈ വക പ്രവർത്തനങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ആകെ സംഭാവന ചെയ്തിരിക്കുന്ന ഒരു ചരിത്രരചന പദ്ധതി എന്ന് പറയുന്നതാണ് സബാൾട്ടൻ സ്റ്റഡീസ് എന്ന് പറയുന്നത്. ഒരു കീഴാള പഠനം എന്നൊക്കെയാണ് നമ്മളതിനെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ചില സൈദ്ധാന്തികപരമായ അന്വേഷണങ്ങളുമൊക്കെ മുൻപോട്ട് വെക്കുന്നുണ്ട് അവരെ സംബന്ധിച്ചും. അവരും ഒരു പ്രത്യേക ലെൻസ്, അവരൊരു ചരിത്ര രചനയിൽ ഉൾപ്പെടാതെ പോയിരിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചൊക്കെയുള്ള ആലോചനകൾ, ഒരു ദേശീയതയും നവോത്ഥാനം എന്ന് പറഞ്ഞ സങ്കല്പത്തിനെയൊക്കെ വിമർശനപരമായി സമീപിക്കുന്ന ഒരു മാർക്സിസ്റ്റ് ട്രഡീഷനിലൂടെ തന്നെയാണ് അവരും ചരിത്രം പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ നമ്മൾ ഭൂതകാലത്തെക്കുറിച്ചുള്ള ഒരു ആലോചനയിൽ എപ്പോഴും ഓരോ വീക്ഷണങ്ങൾ വളരെ പ്രധാനപ്പെട്ടാണ്. ഇതെല്ലാം ഈ വീക്ഷണങ്ങൾ രൂപം കൊള്ളുന്നത് സ്വാഭാവികമായിട്ടും ഒരു സിദ്ധാന്തത്തിൻ്റെ വെളിച്ചത്തിലാണ്. ആ സിദ്ധാന്തത്തിനെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഓരോ ഭൂതകാലവും നിർമ്മിക്കപ്പെടുന്നത്. ഇതോടൊപ്പം തന്നെ മറ്റ് ചില പണ്ഡിതന്മാർ ഇപ്പോൾ പോസ്റ്റ് മോഡേൺ പോലുള്ള സിദ്ധാന്തങ്ങളുടെയൊക്കെ വെളിച്ചത്തിലൊക്കെ വരുമ്പോഴത്തേനും ചില ആളുകൾ മുൻപോട്ട് വെക്കുന്ന ഹെയ്ഡൻ വൈറ്റിനെ പോലുള്ള ആളുകളൊക്കെ മുൻപോട്ട് വെക്കുന്നത് ഒരു സിനിമയുമായി ബന്ധപ്പെട്ട ഒരു രീതി. അദ്ദേഹം ഒരു ഫിലിം ഹിസ്റ്റോറിയനൊക്കെയാണ്, എങ്കിൽ തന്നെയും നമ്മളൊരു സിനിമാ കഥയൊക്കെ പോലെ തന്നെയാണ് നമ്മൾ ഹിസ്റ്ററിയെ നമ്മൾ കാണുന്നത്. അതായത് നമുക്കൊരു സിനിമയ്ക്കൊരു നായകനും നായികയും ഒരു കുറേ കഥാപാത്രങ്ങൾ, ഒരു പ്രത്യേക പ്രദേശവും സമയവുമൊക്കെ ഉണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ടാണ് നമ്മളൊരു സിനിമ സെറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സിനിമയുടെ കഥ നിർമ്മിക്കുന്നത്. അപ്പോൾ അതേ രീതിക്ക് തന്നെയാണ് നമ്മൾ ഭൂതകാലത്തിലും നിരവധി സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് നമ്മളൊരു പ്രത്യേക രീതിയിലുള്ളൊരു നറേറ്റീവ് സൃഷ്ടിച്ചെടുത്തുകൊണ്ട് വരികയാണ്. അതാണ് ചരിത്രം എന്ന നിലയ്ക്കൊക്കെയുള്ള വിശകലനവുമൊക്കെ ഉണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും ഇങ്ങനെ പല രീതിയിലുള്ള ആലോചനകളാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ആലോചനകളുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് കേരളത്തിനെ സംബന്ധിച്ച് എങ്ങനെയാണ് കേരളത്തിൻ്റെ ഒരു ചരിത്രം എഴുതപ്പെട്ടിരിക്കുന്നത്, എന്തെല്ലാം വീക്ഷണങ്ങളിലാണ് കേരളത്തിൻ്റെ ഒരു ചരിത്ര രചനകൾ മുൻപോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തിനെല്ലാമാണ് അത് കേരളത്തിൻ്റെ ഒരു ചരിത്ര അന്വേഷണം കേന്ദ്ര സ്ഥാനത്ത് നിർത്തിയത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി ചർച്ച ചെയ്യുന്നത്.